സുഖമല്ലേ? അപ്പം ഞാൻ രാവിലെ ഉറക്കൊണ്ടിട്ട് വരുന്നത് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ. 5 മണിക്ക് എണീക്കേണ്ട ഞാൻ എണീക്കുന്നത് 6:45 ഓടിപ്പിടിച്ച് അടുക്കള വന്നപ്പോൾ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങേരോട് ചോദിച്ചു, എൻ്റെ മനുഷ്യ നിങ്ങൾ എണീറ്റപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചുണർത്തിയില്ല അത്? അപ്പോൾ അങ്ങേര് പറയണ നീ ഉറങ്ങണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിക്കോട്ടേന്ന്. ഈ കെയറിങ് ടേട്ടായോട് ഞാൻ എന്താ പറയുക, ഇത്രയൊക്കെ കെയറിങ്ങേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കൂടി പോയിട്ടില്ലേ? എന്നാൽ പിന്നെ ഓടിപ്പിടിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബീഫ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ധൃതി പിടിച്ച് എൻ്റെ അടുക്കള പണികളൊക്കെ ചെയ്യുവാണ്. പിന്നെ എന്തായാലും ചോറും 2 കൂട്ടം കറികളൊന്നും ഉണ്ടാക്കാൻ എന്തായാലും നടക്കത്തില്ല. എന്തായാലും കടയിലത്തേക്ക് സാമ്പാർ ഉണ്ടാക്കില്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലൂസിനെ ഗുസ്തി പിടിച്ച് ഉണർത്തി സോഫയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ചെറു ചൂടുവെള്ളം കൊടുക്കുകയാണ്. അവർക്ക് 7:30 സ്കൂൾ ബസ്. എന്തായാലും ഇനി 7:30 സ്കൂൾ ബസ് കിട്ടാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെയ്യേണ്ട കലാവിരുതുകളാണ് കേട്ടോ. ഇനി എന്തെല്ലാം നിങ്ങൾ കാണാൻ കിടക്കുന്നു, എങ്ങനെയുണ്ട് ഭംഗിയില്ലേ? അപ്പോഴത്തേക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്ത് തോർന്ന ഒരു മോർണിംഗ് കേട്ടോ. നല്ല റിസോർട്ട് കാണാം. ഇത് ഇവിടുത്തെ വ്യൂ നേരിട്ട് കാണാൻ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അങ്ങനെ കണ്ടോണ്ടിരുന്ന എൻ്റെ പണിയൊന്നും നടക്കത്തില്ല. ഓടി പിടിച്ച് അടുക്കളയിൽ വന്ന് ഞാൻ ഈ അണ്ടാവ് എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താണ് ഈ അണ്ടാവുന്നത്? ഇത് വെള്ളം തിളപ്പിക്കാനല്ല കേട്ടോ. ഇത് ഞാൻ മേടിച്ച അപ്പോഴത്തെ ഒരു അത്യാർത്ഥിക്ക് മേടിച്ചൊരു ഇഡ്ഡലി തട്ടാനുണ്ടോ. 16-17 ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഈ 3 പേർക്ക് എന്തിനാണ് 17 ഇഡ്ഡലിയൊക്കെ? എന്നാൽ ഇനി ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സമാധാനപ്പെടുന്നു. ചെറിയ ഇഡ്ഡലി തട്ട് മേടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ അപ്പോഴത്തെ ഒരു അഹങ്കാരം. ഇഡ്ഡലി അവിടെ ആകുന്ന സമയം കൊണ്ട് ഞാൻ അവർക്ക് കുടിക്കാനുള്ള പാലും തിളപ്പിച്ച് പിന്നെ ഈ സാമ്പാറിനെല്ലാം കലക്കി എടുത്ത് ധൃതി പിടിച്ച് ശ്വാസം പോലും വിടാതെ ഞാൻ ഈ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുവാണ് കേട്ടോ. ചേട്ടാ അവിടെ അല്ലൂസിനെ ധൃതി പിടിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇഡ്ഡലിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കടുക് താളിക്കാൻ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പാത്രം മൊത്തം തീ പിടിച്ച് നാശമായിട്ടുണ്ടായിരുന്നു. ഇന്നലെ കറി കൊണ്ടുപോയി പാത്രം എവിടെയും ചോദിച്ചപ്പോൾ അവൾ എന്നോട് തിരിച്ചൊരു ചോദ്യം, അമ്മയ്ക്ക് അറിയില്ലേന്ന്. പിന്നെ എന്നാൽ നീ ഇതിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മിൽമയുടെ ചെറിയ കുപ്പിയിലാണ് സാമ്പാർ എടുത്തത്. അവൾക്ക് ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. നിങ്ങൾ കണ്ട് മടുത്താലും അവൾ ഒരിക്കലും അത് മടുക്കത്തില്ല. അല്ലൂസ് ബാഗം കൊണ്ടുപോയ സമയം നോക്കി ഞാനാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ പണികളും, അതായത് ക്ലീനിങ് പണികൾ, കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണല്ലോ. എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇത് തന്നെയാണ് കാണുന്നത്, പാത്രം കഴുകുക, ക്ലീൻ ചെയ്യുക. പിന്നെ ഇതല്ലേ എനിക്കുള്ള ജോലി എന്ന് പറയുന്നത്. എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും ഇത് തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ നാളെയെങ്കിലും നേരത്തെ എണീക്കണം. ഇന്നത്തെ പോലെ ശ്വാസം വലിച്ചോടാൻ വയ്യാന്നും പറഞ്ഞിട്ട് ഞാൻ സ്വയം എന്നെ കുറ്റപ്പെടുത്തിയാണ് ഈ പണികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണെല്ലാം ഓടിപ്പിടിച്ച് വൃത്തിയാക്കിയിട്ട് നേരെ കടയിൽ പോയി കേട്ടോ. പിന്നെ ഞാനൊരു 11:30 ആയപ്പോഴാണ് ഒരു ചായയും പിന്നെ ഒരു ചെറിയ വടയുമായിട്ടിരുന്ന് കഴിക്കുന്നത്. അത്രയും നേരം വരെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ. നാളെയെങ്കിലും ഞാൻ രാവിലെ 5 മണിക്ക് മുന്നേ ഉറക്കം എണീക്കുമെന്ന് ഞാനിങ്ങനെ സ്വയം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കും. ടാറ്റാ ബൈ ബൈ, ഓക്കേ, സീ യു.